ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കണം. ഇത് ഉഴുന്ന് വെച്ചിട്ടുള്ളൊരു ബോണ്ടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്ന് 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് തൈരിലല്ല അരച്ചെടുക്കുന്നത്, വെള്ളവും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് അരഞ്ഞിട്ടില്ല. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും, പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആദ്യം ചേർത്തതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് പൊടിക്കാതെ ഹോട്ട് പെപ്പർ ഇട്ട് കൊടുത്താലും മതി, നമ്മൾ വടയിലൊക്കെ ചേർക്കുന്നത് പോലെ. ഇനി ഇത് ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കണം. ആ സമയത്താണ് നമ്മൾ ഇതിലേക്കുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നാൽ നമ്മുടെ കൈ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇട്ട് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ തന്നെ ഇങ്ങനെ പഫായിട്ട് പൊങ്ങി വരും. ഒരു ഭാഗം ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്ന സ്നാക്കല്ല. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും ഞാൻ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ലൊരു സ്നാക്കായിട്ടും ഒക്കെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിപ്പോൾ ചമ്മന്തിയുടെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ടൊമാറ്റോ കെച്ചപ്പ് നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്